നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വേർപിരിയലിൻ്റെ അഗാധതയിൽ നമ്മൾ എത്തുന്ന തലമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പ്രണയവിവാഹം സാധാരണയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച് സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നവരുമുണ്ട്. എന്നാൽ പ്രണയിച്ചതിന് ശേഷം വീട്ടുകാരുടെ സമ്മതമില്ലാതെ പ്രണയിച്ച ആളോടൊപ്പം ദാമ്പത്യ ജീവിതം ആരംഭിച്ചതിനു ശേഷം കാലക്രമേണ കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യത്തിൽ വീട്ടിലേക്ക് പോകാനോ അച്ഛനമ്മമാരുടെ സഹായം അഭ്യർത്ഥിക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഓടിപ്പോകാം എന്ന തീരുമാനം എടുക്കേണ്ടി വരുന്നവർ എന്തു ചെയ്യും? ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവർ എന്തു ചെയ്യും? അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും? വിവാഹം ചെയ്ത സമയത്ത് വ്യക്തിയെ മനസ്സിലാക്കാനുള്ള പാകത നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. മാത്രമല്ല, ഈ വിവാഹം പൂർണ്ണമായും നിങ്ങളുടെ മാത്രം തീരുമാനമായിരുന്നു. മാതാപിതാക്കളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ കാര്യങ്ങൾ എന്തൊക്കെയായാലും പരിതസ്ഥിതികളെ ധൈര്യപൂർവ്വം നേരിടുകയാണിപ്പോൾ പ്രധാനം. ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങളെ കർശനമായി എതിർക്കുന്നതിനു പകരം അത്തരം കാര്യങ്ങൾ നിങ്ങൾ എത്രമാത്രം വെറുക്കുന്നുവെന്ന് ഭർത്താവിനെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ സാഹചര്യങ്ങളിൽ അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല, സ്വന്തം കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുവാകണം. സ്വന്തം വ്യക്തിത്വം കൂടുതൽ ശക്തമാകത്തക്കവണ്ണം വേഷത്തിലും ഭാവത്തിലും കൂടുതൽ മാറ്റങ്ങൾ വരുത്തണം. പ്രതീക്ഷ കൈവിടരുത്. ഒളിച്ചോടണമെന്നുള്ള ചിന്തകളൊക്കെ ഉപേക്ഷിച്ച് സ്വയം ശക്തയാകാൻ ശ്രമിക്കുക. സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾക്ക് സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്തായാലും ഭർത്താവിന് ചുറ്റും പാറിപ്പറക്കുന്ന സ്ത്രീകൾക്ക് കിട്ടണമെന്നില്ല. മാത്രമല്ല, വിവാഹിതനായ പുരുഷനു പിന്നാലെ അവരെന്തായാലും ആജീവനാന്തം നടക്കണമെന്നില്ല. മറ്റൊരാളെ കണ്ടെത്തും വരെ അത് തുടരുമെന്ന് മാത്രം. നിങ്ങളുടെ പവിത്രമായ സ്നേഹം ഭർത്താവ് എന്നെങ്കിലും തിരിച്ചറിയാതിരിക്കില്ല. തീർച്ചയായും ആ ദിവസം ഒരു നാൾ നിങ്ങൾക്കരികിലെത്തും. ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ അഗാധമായി സ്നേഹിക്കുന്നു എന്ന് കരുതുക. എന്നാൽ അവരുടെ ബന്ധം വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം പൂവണിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. എന്നാൽ അധികകാലം ആ ദാമ്പത്യ ബന്ധം നിലനിൽക്കാതെ അവൾ വീട്ടിൽ തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ വീട്ടുകാർ വേറെ കല്യാണ ആലോചനകൾ നടത്തുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു ആൺകുട്ടി എന്തു ചെയ്യും? അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. പരസ്പരം ഇന്നും പഴയതുപോലെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യുന്നതല്ലേ നല്ല പോംവഴി. പക്ഷേ പെൺകുട്ടി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമേ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. വിവാഹമോചനത്തിന് കുറേ വർഷങ്ങൾ വേണ്ടിവരുമെന്നതാണ് പ്രധാന പ്രശ്നം. നിങ്ങൾ കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആ കുട്ടിയെ തന്നെ വിവാഹം ചെയ്യുക. അതല്ല തീരുമാനമെങ്കിൽ അതേക്കുറിച്ച് പെൺകുട്ടിയോട് വ്യക്തമാക്കിയിരിക്കണം. നിങ്ങളെ അഗാധമായി സ്നേഹിച്ചതുകൊണ്ടാണ് ആ പെൺകുട്ടി പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരസ്പരം സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിക്കാതെ ഇരിക്കുക. അവർ പരസ്പരം സ്നേഹിച്ച് സുഖമായി ജീവിക്കട്ടെ.